ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഓണം വെക്കേഷൻ സീരീസ് ആട്ടോ. 27 എൻ്റെ ട്രിവാൻഡ്രത്തെ സ്കൂളത്തെ സെലിബ്രേഷനും മക്കളുടെ രണ്ടുപേരുടെ സ്കൂളിലെ സെലിബ്രേഷനും കഴിഞ്ഞിരുന്നു. അപ്പോൾ അന്ന് നൈറ്റ് തന്നെ ഞങ്ങളിങ്ങ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇനിയുള്ള ഓണം ഡേയ്സിലെ വീഡിയോസൊക്കെ ഒരു സീരീസ് പോലെ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊരു 1 and 2 2 ദിവസത്തെ വീഡിയോസാണ്. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളുടെ ഉമ്മച്ചീനെ, എൻ്റെ ഉമ്മയുടെ ഉമ്മാനെ മുന്നേ ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തറവാട് വീടാണ്, അതായത് എൻ്റെ ഉമ്മ ജനിച്ച വീടാട്ടോ ഇത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇത്രയും പച്ചപ്പെന്ന് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ പ്ലാന്റ്സൊക്കെ ഇത്ര ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ താരം, എൻ്റെ ഉമ്മച്ചി. അപ്പോൾ ഉമ്മച്ചിക്ക് ഇപ്പം ഇച്ചിരി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ എന്താ പറയുന്ന വേൾഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു 5 പേരെടുത്ത് അതിൽ ഫസ്റ്റ് നിൽക്കുന്ന ആളാണ്. അത്രയ്ക്ക് സ്നേഹമാണ് എന്നോട്, മാഷാഅല്ലാ. അത് കഴിഞ്ഞിട്ട് ഇപ്പം മക്കൾ, ഇപ്പം മിച്ചുവിനെന്ന് പറഞ്ഞാൽ ഈ അൺലിമിറ്റഡ് ആയിട്ട് അവനോട് ഒരു റെസ്ട്രിക്ഷനും പറയാതെ അവന് കളിക്കണം, അതാണ് അവൻ്റെ ഫുൾ ഇത്. അപ്പോൾ അവരവിടെ നിന്ന് കളിക്കുവാണ്. പിന്നെ ഞങ്ങളത് ഉച്ചയായപ്പോഴത്തേനും ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും സ്കൂളിലേക്ക് വന്നു. അപ്പോൾ 29-നാണ് ഇവിടുത്തെ സെലിബ്രേഷൻ. ഇത് 28ൻ്റെ വീഡിയോ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ വന്ന് കുറച്ച് ഡെക്കറേഷൻ. ഇപ്പോൾ ഇത് രാമു ആണ്, രാമു സുബിനെ അറിയായിരിക്കുമല്ലോ അല്ലേ. സോ അനിയൻ്റെ ഫ്രണ്ട്സാണ്, അനിയൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി തന്നെയാണ് അവർ രണ്ടുപേരും വർഷങ്ങളായിട്ട്. സോ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്, ഡെക്കറേഷൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്, ഇത് ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഈ മേളയാണ്, ഷോപ്പാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി. പിന്നെ കുറച്ച് പൂക്കളൊക്കെ അവിടെ നിന്ന് കിട്ടിയില്ല, വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചു. ഇനി നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം നമ്മുടെ സ്കൂളിൽ അത്ത ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ വാങ്ങിച്ചത് ഇപ്പം അരളിയൊക്കെ കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു 300 എത്രയായിരുന്നു. ഇവിടെ വന്നപ്പോൾ 580, നല്ല റേറ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇത് ഉമ്മയുടെ കുഞ്ഞുമാടെ വീടാണ്. ഞാൻ നേരത്തെ ഉമ്മിച്ചിനെ കണ്ടില്ലേ, ഉമ്മിച്ചിയുടെ അനിയത്തിയുടെ വീടാണ് അത്. അപ്പോൾ അവിടെ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ റംബൂട്ടാൻ. അപ്പോൾ ഇതാണ് ഉമ്മിച്ചിയുടെ കുഞ്ഞുമ്മയാണ്, അത് ഞങ്ങൾക്ക് അടുത്ത തെരുവാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അനിയൻ്റെ കല്യാണ വീഡിയോസിൽ കണ്ടാലറിയാം, കുറേ ഗ്യാങ് നമ്മുടെ പിള്ളേരുണ്ട്, കുറേ പിങ്ക് ഡ്രസ്സ് ഇട്ട് അവരെല്ലാവരും ഇവിടെ ഉള്ളവരാണ്. പക്ഷെ ഇപ്പം ആരും നാട്ടിൽ, ഇപ്പം 1-2 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും ദുബായ് തിരിച്ചു പോയി. അപ്പോൾ അവിടുന്ന് റംബൂട്ടാനൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. അവിടെ എന്തിനാ പോയതെന്ന് വെച്ചാൽ എന്തോ ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല ഇവിടെ ഇത് നമ്മുടെ മറ്റേ ശരിക്കും നാടൻ അങ്ങനത്തെ റംബൂട്ടാനാണ്. പിന്നെ നെക്സ്റ്റ് ഡേ, സെക്കൻഡ് ഡേ രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ ഇന്നാണ് നമ്മുടെ സെലിബ്രേഷൻ. അപ്പോൾ രാവിലെ നമ്മളത് റെഡിയായി പോവാണ്. പുറകിലിരിക്കുന്ന ആളെ കണ്ട പൊന്നുണ്ട്, പിന്നെ എൻ്റെ കസിൻസ് 2 പേരുണ്ട്, അതും അമ്പറിനുണ്ട്, ട്വിൻസാണ്, പിന്നെ മക്കളുണ്ട്. അപ്പോൾ ഞങ്ങളിത് സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാരി ഞങ്ങൾ വെറ്റ്ലാൻഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വെറ്റ്ലാൻഡിൽ അത്യാവശ്യം നല്ല കളക്ഷനാണ് ആറ്റിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഡെക്കറേഷനൊക്കെ തലേ ദിവസം നമ്മുടെ സ്റ്റാഫ് എല്ലാവരുമായിട്ട് ചെയ്തിരുന്നല്ലോ. പിന്നെ കുട്ടികളൊക്കെ വന്നു തുടങ്ങി, ഞങ്ങൾ അത്തമൊക്കെ ഇടാൻ തുടങ്ങി. ഒരു നമ്മുടെ ആ വീട് എൻ്റെ ഫാദറിൻ്റെ ഫാദർ ഉണ്ടാക്കിയിട്ടുള്ള വീട്, അത്രയും പഴമയുള്ള വീടാണ്, 90 years സംതിങ്. സോ അതൊരു അത്രയും ഒരു മലയാള തനിമയുള്ളൊരു വീടാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും അത്തമൊക്കെ ഇടുന്നത്. അങ്ങനെ ഉപ്പ ഹാജിയൊക്കെയാണ്, അപ്പോൾ അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഇതായിട്ട് ഇടുവാണല്ലോ, അപ്പോൾ അങ്ങനെ ഇടുവാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ ഫുൾ സ്റ്റാഫ് മെമ്പേഴ്സായിട്ടോ, ഫുൾ സ്റ്റാഫ് എല്ലാവരും ഉണ്ട്. അങ്ങനെ പിന്നെ ഫോട്ടോസും വീഡിയോസും. ഇവിടെ സദ്യ നമ്മുടെ 543, അതായത് നമ്മുടെ തിരുവല്ലം ബ്രാഞ്ചിൽ നമ്മൾ കാറ്ററിംഗ് ആയിരുന്നെങ്കിൽ ഇവിടെ ഓരോ കുട്ടികൾക്ക് നമ്മൾ ഓരോ ഐറ്റം പറഞ്ഞിട്ട് കുട്ടികളും ടീച്ചേഴ്സും പാരൻസും ഒക്കെയാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഫുഡിൻ്റെയൊക്കെ. അപ്പോൾ പിന്നെ എല്ലാവരും കുട്ടികൾക്ക് സദ്യ കൊടുത്തു. അവരൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു. നല്ല രസമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. എല്ലാവരും കൂടി അങ്ങനെ രസമായിട്ട് കഴിഞ്ഞു. നമുക്ക് സ്റ്റാഫ്സിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് സദ്യയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ അലങ്കോട് റവാബിയിൽ വന്നു കേട്ടോ ജ്യൂസ് കുടിക്കാനായിട്ട്. ജസ്റ്റ് ലൈം കുടിച്ചോണം, കുറച്ച് ടയേർഡായിരുന്നു. അങ്ങനെ പിന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ അതൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ 2 ദിവസത്തെ വീഡിയോസാണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയി പോവും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ നെക്സ്റ്റ് ദിവസം വരും.